ഇൻട്രൊഡക്ടറി വീഡിയോയിൽ പറഞ്ഞ പോലെ ഈ അടുത്ത് നമ്മളൊരു ലൈവ് സ്റ്റോക്ക് ട്രെയിലർ മേടിച്ചായിരുന്നു. 1989 മോഡൽ ട്രെയിൽ മാജിക് ലൈവ് സ്റ്റോക്ക് ട്രെയിലറാണ് 16 ഫീറ്റിൻ്റെ. സാധാരണ ചെറിയ ഫാമൊക്കെ റൺ ചെയ്യുന്നവർ ഇച്ചിരി പഴക്കം കൂടിയ ട്രെയിലറാണ് മേടിക്കുന്നത്. കാരണം പുതിയ ട്രെയിലർ ഇത്തിരി എക്സ്പെൻസീവാണ്. അങ്ങനെ പഴക്കം വരുമ്പോൾ അതിൻ്റേതായ കേടുപാടുകളും അതുപോലത്തെ ട്രെയിലർക്ക് ഉണ്ടാവും. അപ്പോൾ നമ്മുടെ ട്രെയിലറിൽ കുറച്ച് പ്രശ്നങ്ങളെല്ലാം ഉണ്ടായിരുന്നു. അപ്പോൾ അത് തീർക്കാനാണ് നമ്മൾ ഒരു ട്രെയിലർ റിപ്പയർ ഷോപ്പിൽ പോകുന്നത്. ഇന്നത്തെ വീഡിയോയുടെ ഉള്ളടക്കത്തിയിട്ട് വരാം. ബേസിക്കലി നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ എന്താണ് മെയിനായിട്ട് ട്രെയിലർ റിപ്പയർ ചെയ്തതെന്നാണ് കാണിക്കാൻ പോകുന്നത്. മേടിച്ച സമയത്ത് തന്നെ നമ്മൾ കണ്ടായിരുന്നു കുറച്ച് ഡാമേജസ് ഉള്ളത്. അത് പക്ഷേ നമ്മൾക്ക് റിപ്പയർ ചെയ്തെടുക്കാമെന്ന് വിചാരിച്ച് ആ സമയത്ത് മേടിക്കുകയായിരുന്നു. നമ്മൾ മേടിച്ചേക്കുന്ന ട്രെയിലർ കാറ്റൽ ട്രാൻസ്പോർട്ടേഷന് ഉപയോഗിക്കാൻ വേണ്ടിയാണ്. ഇനി നമുക്ക് എന്ത് റിപ്പയറാണ് ചെയ്തതെന്നുള്ളതിലേക്ക് വരാം. ബേസിക്കലി നമ്മുടെ ട്രെയിലറിൻ്റെ ഫ്രണ്ടിലുള്ള വയറിങ് ഡാമേജ്ഡ് ആയിരുന്നു. ഹസാർഡ് ലൈറ്റ് വർക്ക് ചെയ്യും, പക്ഷേ ബാക്കിയുള്ള ലൈറ്റൊന്നും വർക്ക് ചെയ്യില്ല. അതുപോലെ തന്നെ അകത്തുള്ള ഫ്ലോറിലുള്ള വുഡൻ പാളികളെല്ലാം ഒരുമാതിരിപ്പെട്ടതെല്ലാം ഡാമേജ്ഡ് ആയിരുന്നു. എമർജൻസികളിൽ നമുക്ക് കാറ്റലിനെ ട്രാൻസ്പോർട്ട് ചെയ്യാം എന്നല്ലാതെ നമുക്കതൊരു ലോങ് ടേമായിട്ട് ഇങ്ങനെ ഉപയോഗിക്കുന്നത് പ്രാവർത്തികമല്ല. അതുപോലെ തന്നെ ലൈറ്റിൻ്റെ കാര്യത്തിലായാലും നമ്മൾ ട്രെയിലർ വലിച്ചുകൊണ്ട് പോകുമ്പോഴേക്കും ഹസാർഡ് ലൈറ്റ് ഇട്ട് നമുക്ക് ട്രാൻസ്പോർട്ട് ചെയ്യാം ട്രെയിലർ. പക്ഷേ നമുക്കൊരു ഡയറക്ഷൻ ഇട്ട് തിരിയണമെങ്കിൽ സിഗ്നൽ ഇടാൻ പറ്റില്ലാത്തത് ഒരു വലിയ പ്രശ്നം തന്നെയാണ്. ഇതെല്ലാം പരിഹരിക്കാനാണ് നമ്മളൊരു ട്രെയിലർ റിപ്പയർ ഷോപ്പിൽ ചെന്നത്. അവർ മെയിനായിട്ടുള്ള കാര്യങ്ങളെല്ലാം റിപ്പയർ ചെയ്യാനായിട്ട് നമ്മളൊരു പ്രൈസിൽ പറഞ്ഞ് എഗ്രി ചെയ്തിട്ടുണ്ട്. നമ്മൾ ഇവഞ്ച്വലി ഒരു വീഡിയോയിൽ എല്ലാ കോസ്റ്റും അതെല്ലാം കൂടി ഒരു വീഡിയോയിൽ പറയാമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇന്ന് നമ്മൾ ആ പറഞ്ഞ പോലെ ഫ്ലോറിൻ്റെ ഇത് റിപ്പയർ ചെയ്യുന്നതും അതുപോലെ ലൈറ്റ് റിപ്പയർ ചെയ്യുന്നതും ഫ്രണ്ടിലത്തെ വയറിങ് റിപ്പയർ ചെയ്യുന്നതും എല്ലാം ചെയ്ത് കഴിഞ്ഞ് നമ്മൾ ട്രെയിലർ എടുക്കാൻ ചെന്നേക്കുകയാണ്. ഏകദേശം 4 തൊട്ട് 5 ദിവസം വരെ ഈ റിപ്പയറിന് എല്ലാത്തിനും കൂടെ എടുത്തു. ഇതിന് ശേഷം നമ്മൾക്ക് റിപ്പയർ എന്തൊക്കെയാണ് നടത്തിയതെന്ന് ആധികാരികമായിട്ട് അടുത്ത സ്ലൈഡ്സിൽ കാണാം. ട്രക്കിൻ്റെ പുറകിൽ അറ്റാച്ച് ചെയ്യാനായിട്ടുള്ള എളുപ്പത്തിന് വേണ്ടി ഇവിടെ വർക്ക് ചെയ്യുന്ന ഒരാൾ ആ ട്രെയിലർ അഡ്ജസ്റ്റ് ചെയ്ത് ഇടുന്നതാണ് നിങ്ങളിപ്പോൾ കണ്ടത്. അതിനുശേഷം നമ്മൾ നമ്മുടെ ട്രക്കിൽ റിവേഴ്സ് എടുക്കുമ്പോൾ ട്രെയിലർ അസിസ്റ്റ് ഫീച്ചർ നമ്മുടെ ട്രക്കിനുണ്ട്. അപ്പോൾ നമ്മൾ ആ പച്ച ലൈൻ കാണുന്നതിനനുസരിച്ച് അഡ്ജസ്റ്റ് ചെയ്ത് കൊണ്ടുപോയാൽ നമുക്ക് കറക്റ്റ് പുറകിൽ അറ്റാച്ച് ചെയ്യാൻ പറ്റും. അതാണ് ഇതിൻ്റെ ഒരു അഡ്വാൻറ്റേജ്. പഴയ ട്രക്കുകൾക്ക് ഇതില്ല. നമ്മളത് മേടിച്ചപ്പോൾ ഈ ട്രക്കിന് ആ ഫീച്ചർ ഉണ്ടായിരുന്നു. അത് ഒത്തിരി അഡ്വാൻറ്റേജ് ഉള്ളതും കൂടിയാണ് നമുക്ക്. നമ്മൾ ആദ്യമായിട്ടൊക്കെ അങ്ങനെ ചെയ്യുമ്പോൾ ഒത്തിരി പാടായതുകൊണ്ട്. എൻ്റെ ആൻറ്റിക്കും മേമയ്ക്കൊക്കെ ഫാമുണ്ട്. അവർ ഈ ട്രക്ക് ഇങ്ങനെ അറ്റാച്ച് ചെയ്യുന്നത് കണ്ടിട്ടുണ്ടോ? ഡ്രൈവ് ചെയ്യുന്ന ആൾ കൂടാതെ ഒരാൾ ഹെൽപ്പ് ചെയ്യാനായിട്ട് അവിടെ നിൽക്കണം. എന്നാലാണ് അത് പറഞ്ഞു കൊടുക്കാൻ പറ്റുള്ളൂ കറക്റ്റായിട്ട് അറ്റാച്ച് ചെയ്യാൻ. നമുക്കിനി ചെയ്ത് റിപ്പയർ ചെയ്തിട്ട് വരാം. ഫ്രണ്ടിലുള്ള ചെയിൻ്റെ അവിടെയുള്ള ഹുക്ക് മാറ്റി, അതുപോലെ തന്നെ നേരത്തെ കാണിച്ച ആ വയറിങ് മാറ്റി പുതിയ വയറിങ് വെച്ചു. അതുപോലെ തന്നെ പുറകിലത്തെ ലൈറ്റും മാറ്റി അതിൻ്റെ വയറിങ് എല്ലാം കറക്റ്റും ആക്കി. ഇനി നമുക്ക് അകത്ത് പോയി ആ വുഡൻ പീസസ് ഡാമേജ്ഡ് ആയിരുന്നത് മാറ്റിയത് കാണാം. ഇപ്പോൾ പുതിയ വുഡൻ പീസസ് ആണ് ഇട്ടിരിക്കുന്നത്. നേരത്തെ പറഞ്ഞതുപോലെ കുറച്ച് ബാർഗെയിൻ ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ട് ഈ വുഡൻ പീസസിലുള്ള കവറിങ് എല്ലാം അവർ ഒഴിവാക്കിയിരുന്നു. അതിന് ഓൾട്ടർനേറ്റീവായിട്ട് അവർ ചീപ്പർ സൊല്യൂഷൻസ് നമുക്ക് സജസ്റ്റ് ചെയ്തിട്ടുമുണ്ട്. ഫാം എക്യുപ്മെൻറ്റ്സിൻ്റെയൊക്കെ ഒരു ഡിസഡ്വാൻറ്റേജ് എന്താണെന്ന് ചോദിച്ചാൽ അതിന് റിപ്പയറിലേക്ക് നമ്മൾ പൈസ ഇറക്കിക്കൊണ്ടിരുന്നാൽ അങ്ങനെ ഇറക്കിക്കൊണ്ടിരിക്കാനേ സമയം ഉണ്ടാവുള്ളൂ. കാരണം ഇത് ഭയങ്കര റഫായിട്ട് ഉപയോഗിക്കുന്നതാണ്. രണ്ടാമത് ഇത് ഒത്തിരി നാൾ പഴക്കമുള്ളതാണ് മിക്ക ഫാം എക്യുപ്മെൻറ്റ്സും. അപ്പോൾ ഒരു പരിധിയിൽ കൂടുതൽ നമ്മൾ ചീപ്പർ ഓൾട്ടർനേറ്റീവ്സ് ആണ് നമ്മൾ ട്രൈ ചെയ്യാറ് എന്തെങ്കിലും റിപ്പയറിന് വേണ്ടി. അപ്പോൾ അവർ പറഞ്ഞു തന്ന ഒരു സൊല്യൂഷൻ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ വുഡൻ പാളികൾ മോയ്സ്ചർ വരുമ്പോഴേക്കും ഡീക്കേ ആവുമല്ലോ. അത് പ്രിവെൻറ്റ് ചെയ്യാനായിട്ടുള്ള ഒരു ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ യൂസ്ഡ് ട്രാൻസ്മിഷൻ ഓയിലാണ് അവർ സജസ്റ്റ് ചെയ്തത്. അല്ലാതെ നമുക്ക് ഓർഗാനിക്കായിട്ട് ലിൻസീഡ് ഓയിലും ഒക്കെ ഒഴിക്കാമെന്ന് ഇൻ്റർനെറ്റിൽ കാണാം. പക്ഷേ നമ്മൾ അതൊന്നും ചെയ്യാതെ നമ്മൾ ബേസിക്കലി ഇതിൻ്റെ ഒരു വുഡൻ സീലൻ്റ് മേടിച്ച് അടിക്കാനായിട്ടാണ് പ്ലാൻ ചെയ്യുന്നത്.
ഈ ട്രെയിലറിൽ കുറച്ചും കൂടെ പ്രിപ്പയർ ചെയ്യണമെന്ന് പ്ലാൻ ഉണ്ട്. അപ്പോൾ ആ വീഡിയോയിൽ നമുക്ക് ആ സീലൻറ്റിൻ്റെ കാര്യങ്ങളെല്ലാം ആധികാരികമായിട്ട് പറയാമെന്ന് പ്രതീക്ഷിക്കുന്നു. ആദ്യത്തെ വീഡിയോയിൽ പറഞ്ഞ പോലെ ഓൾമോസ്റ്റ് സൺസെറ്റായി. നമ്മൾ ട്രെയിലർ ഫാമിയിട്ട് തിരിച്ചു കൊണ്ടുവന്നിട്ട്, അപ്പോൾ ബേസിക് ഒരു ഇൻസ്പെക്ഷൻ കഴിഞ്ഞതിന് ശേഷം നമ്മൾ വീട്ടിട്ട് തിരിച്ചു പോവുകയാണ്. ആസ് യൂഷ്വൽ ഒരു ബ്യൂട്ടിഫുൾ സൺസെറ്റ് തന്നെയാണ് പോകുന്ന വഴിക്ക് നമുക്ക് കാണാവുന്നത്. എല്ലാ ദിവസവും ഒരു സൺസെറ്റ് കാണുന്നുണ്ട്, പക്ഷേ എല്ലാ പ്രാവശ്യവും നമ്മൾ കാണുന്ന സൺസെറ്റിൻ്റെ ബ്യൂട്ടി ഡിഫറെൻ്റ് ആണ്. എല്ലാ പ്രാവശ്യം സൺസെറ്റ് കാണുമ്പോഴും ഒരു ഡിഫറെൻറ്റ് വൈബാണ്, ഒരു ഡിഫറെൻറ്റ് ഫീലാണ് നമ്മളത് കാണുമ്പോഴേക്കും. എന്നിരുന്നാലും ക്ലൈമറ്റിൻ്റെ കാര്യത്തിൽ ഒട്ടും വിട്ടുവീഴ്ചയില്ല. നേരത്തെ ഉള്ള വീഡിയോകൾ പറഞ്ഞതുപോലെ രാവിലെ നല്ല ചൂടും വൈകുന്നേരം ആകുമ്പോൾ നല്ല തണുപ്പും ഉള്ളൊരു സിനാരിയോ ആണ് ഇപ്പോഴത്തെ മാസങ്ങളിൽ. നിങ്ങൾക്കെല്ലാവർക്കും വീഡിയോ ഇഷ്ടമായി എന്ന് പ്രതീക്ഷിക്കുന്നു. ഇഷ്ടമായാൽ പ്ലീസ് ലൈക്ക്, സബ്സ്ക്രൈബ് ആൻഡ് ഷെയർ. Okay, bye.